നമസ്തേ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഇന്നത്തെ ഈ കർമ്മത്തെ നമുക്ക് ആ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ സർവേശ്വര. ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ശ്രീമദ് മഹാഭാഗവതം ചതുർത്ഥ സ്കന്ധം അധ്യായം 1 നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലെ 1-ാമത്തെ അധ്യായത്തിലെ സ്വയംഭുവ മനുവിൻ്റെ പുത്രിമാരിലൂടെയുള്ള ആ വംശപരമ്പരയാണ് നമ്മൾ കാണുന്നത്. സ്വയംഭുവ മനുവിനും ശതരൂപയ്ക്കും 5 മക്കൾ, 2 ആൺമക്കൾ ഉത്താനപാദനും പ്രിയവ്രതനും. അവരുടെ വംശപരമ്പരയാൽ ഈ ഭൂലോകം നിറഞ്ഞു എന്ന് മാത്രമേ ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളൂ. അതിന് പിന്നീട് പറയുന്നുണ്ട് അവരുടെ മക്കൾ ആരൊക്കെയാണെന്നൊക്കെ പിന്നീട് പറയും. ഇപ്പോൾ ഇവിടെ അത്ര മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നെ പറഞ്ഞത് പെൺമക്കളുടെ കാര്യം, ആകൂതി, പ്രസൂതി, ദേവഹൂതി. അതിൽ ആകൂതിയുടെ കഥ എങ്ങനെയാണ് പറഞ്ഞത്? രുചി എന്ന മഹർഷിക്കാണ് വിവാഹം കഴിച്ചു കൊടുത്തത്. അത് പുത്രികാധർമ്മം എന്ന ഉടമ്പടി പ്രകാരം സ്വയംഭുവ മനു വിവാഹം കഴിച്ചു കൊടുത്തു. അവർക്ക് 2 മക്കളാണ് ഉണ്ടായത്, യജ്ഞനും ദക്ഷിണയും. അവർ 2 പേരും മഹാവിഷ്ണുവും ലക്ഷ്മിയുമായിരുന്നു. അവർ വിവാഹം കഴിച്ചു. അങ്ങനെ അവർക്കുണ്ടായത് 12 പുത്രന്മാരാണെന്ന്. ആ പുത്രന്മാരാണ് സ്വയംഭുവ മനുവിൻ്റെ ആ കാലമുണ്ടല്ലോ, ആ മന്വന്തരത്തിൽ ഈ 12 പേരാണ് ദേവന്മാരായിട്ടുണ്ടായിരുന്നത്. ഈ യജ്ഞനാണ്, അതായത് സ്വയംഭുവ മനുവിൻ്റെ മകളുടെ മകൻ യജ്ഞനാണ് അന്ന് ദേവേന്ദ്രനായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവരുടെ കഥ പറഞ്ഞു. ഇനി 2-ാമത്തെ മകൾ ആരാ? ദേവഹൂതിയെ കർദമ പ്രജാപതിക്ക് വിവാഹം കൊടുത്തു. അത് നമുക്കറിയാം. 9 പെൺമക്കളെ ബ്രഹ്മാവ് സൃഷ്ടിച്ച 9 മഹർഷിമാർ വിവാഹം കഴിച്ചു. പിന്നെ അതിൽ കപില വാസുദേവൻ ഒരു മകൻ. ആ കഥയും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പം അതിൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ കണ്ടത് ഈ 9 പെൺമക്കളെ, കർദമ പ്രജാപതിയുടെയും ദേവഹൂതിയുടെയും 9 പെൺമക്കളെ 9 മഹർഷിമാർക്ക് വിവാഹം കഴിച്ചു കൊടുത്ത അവരുടെ മക്കളെ കുറിച്ച്, അവരുടെ പൗത്രന്മാരാരൊക്കെ എന്നാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ അവസാനമായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ 44 ശ്ലോകങ്ങൾ വരെ നിന്നു. അപ്പം അതിൽ ഭൃഗു മഹർഷിയുടെ വംശപരമ്പരയെക്കുറിച്ചാണ് അവസാനം പറഞ്ഞത് 43-ാമത്തെ ശ്ലോകത്തിൽ. അപ്പം ഭൃഗു മഹർഷി, അദ്ദേഹത്തിൻ്റെ പത്നി ഖ്യാതിയിലെ 2 മക്കളാണ്, 2 പുത്രന്മാരും 1 പുത്രിയും. ദാതാവ് വിധാതാവ് 2 പുത്രന്മാർ, ശ്രീ എന്ന ഒരു പുത്രിയും ഉണ്ടായെന്ന് പറഞ്ഞു. ഇതിൽ ദാതാവും വിധാതാവും വിവാഹം കഴിച്ചത് മേരു മഹർഷിയുടെ, സുമേരു പർവ്വതമാകുന്ന ആ മേരു മഹർഷിയുടെ പുത്രിമാരായിട്ടുള്ള ആയതി നിയതി, ഇവരെ 2 പേരും വിവാഹം കഴിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. ഇവർക്ക് 2 പേർക്കും, ഈ ആയതിക്കും നിയതിക്കും, ദാതാവിലും വിധാതാവിലും 2 മക്കളാണ് ഉണ്ടായത്. ഒന്ന് മൃഗണ്ഡനും 1 പ്രാണനും. അങ്ങനെ 2 പുത്രന്മാരുണ്ടായി. ഇനിയാണ് മാർക്കണ്ഡേയ മഹർഷിയുടെ ജന്മം 45-ാമത്തെ ശ്ലോകത്തിലേട്ടാ. മാർക്കണ്ഡേയ മൃഗണ്ഡസ്യ പ്രാണാത് ദേവശിര മുനിഹി കവിഹി ച കവിശ്ച ഭാർഗവഃ യസ്യ ഭഗവാൻ ഉശനാ സുതഃ. മൃഗണ്ഡസ്യ, ഈ ആയതി നിയതി, മേരു മഹർഷിയുടെ പുത്രിമാരായിട്ടുള്ള ആയതി നിയതി, ഇവർക്ക് ഭൃഗു മഹർഷിയുടെ പുത്രന്മാരായ ദാതാവും വിധാതാവും വിവാഹം കഴിച്ചപ്പോൾ ഉണ്ടായവരാണ് മൃഗണ്ഡനും പ്രാണനും 2 പുത്രന്മാർ. ഇതിൽ മൃഗണ്ഡൻ്റെ പുത്രനായി ജനിച്ച മഹർഷിയാണ് മാർക്കണ്ഡേയ മഹർഷി. മാർക്കണ്ഡേയ മഹർഷിയുടെ കഥയ്ക്ക് വരുന്നുണ്ട്. ഇനി പ്രാണൻ എന്ന പുത്രന്, ഭൃഗു മഹർഷിയുടെ പ്രാണൻ എന്ന പുത്രനായി ജനിച്ച ആളാണ് വേദശിര എന്നാണ്. വേദശിരൻ എന്നാണ് ആ മഹർഷിയുടെ പേര്. പ്രാണന്റെ പുത്രനായി ജനിച്ചത് വേദശിരൻ. ഈ വേദശിരന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിൻ്റെ പുത്രനായിട്ടാണ് ശുക്രാചാര്യർ ജനിക്കുന്നത് എന്ന്. ഈ പ്രാണന്റെ പുത്രനാണ് വേദശിരൻ, വേദശിരന്റെ പുത്രനാണ് ശുക്രാചാര്യർ. അതാണ് ഇവിടെ പറയുന്നത്. കവിഹി ച ഭാർഗവ യസ്യ, കവി എന്ന പേരിൽ അറിയപ്പെടുന്ന ഭാർഗവ യസ്യ എന്ന് വെച്ചാൽ ഭൃഗു മഹർഷിയുടെ വംശപരമ്പര തന്നെയായിട്ടുള്ള ഭഗവാൻ ഉശനഹ, ഉശനൻ എന്ന് പറയുന്നത് ശുക്രാചാര്യരാണ്. ഈ ശുക്രാചാര്യരാണ് ഈ വേദശിരന്റെ പുത്രനായി ജനിച്ചത് എന്ന്. അപ്പം
ഈ ആയതി നിയതി കല്യാണം ഇപ്പോൾ ഭൃഗു മഹർഷിയുടെ മക്കളായിട്ടുള്ള ദാതാവും വിധാതാവും. അപ്പം അവരുടെ പേരക്കുട്ടിയായിട്ടാണ്, ഭൃഗു മഹർഷിയുടെ പേരക്കുട്ടിയായിട്ടാണ് മൃഗണ്ഡനും പ്രാണനും. ഈ മൃഗണ്ഡന്റെ പുത്രനാണ് മാർക്കണ്ഡേയ മഹർഷി, പ്രാണന്റെ പുത്രനാണ് വേദശിരൻ. വേദശിരന്റെ പ്രത്യേകത ശുക്രാചാര്യരുടെ പിതാവാണ്, അദ്ദേഹത്തിന്റെ പുത്രനാണ് ശുക്രാചാര്യർ. അതാണ് ആ ശ്ലോകവും പറഞ്ഞു നിർത്തിയത്. ഇനി അപ്പം നമ്മൾ കർദമ പ്രജാപതിയുടെ ആദ്യം ആകൂതിയുടെ വംശപരമ്പര കഴിഞ്ഞു. പിന്നെ ദേവഹൂതിയുടെ വംശപരമ്പര കർദമ മഹർഷിക്ക് ഉണ്ടായ 9 പെൺമക്കളെ വിവാഹം കഴിച്ചത് കൊടുത്തതും അവരുടെ മക്കളെ കുറിച്ചുള്ള ചരിത്രവും ഇവിടെ അവസാനിച്ചു കേട്ടാ. ഇനി പറയാൻ പോകുന്നത് ഒരു മകളും കൂടിയുണ്ട് അല്ലേ, പ്രസൂതി. ദക്ഷനാണ്, ബ്രഹ്മാവിൻ്റെ പുത്രനായ ദക്ഷ പ്രജാപതിയാണ് വിവാഹം കഴിക്കുന്നത്. കഥ കേൾക്കുമ്പോൾ തന്നെ അറിയാം ആരിലേക്കാണ് പോണേന്ന് അല്ലേ. അപ്പോൾ ശ്ലോകം 46, 47 ശ്ലോകങ്ങളാണ് ഇനി പറയുന്നത്. അപ്പോൾ സ്വയംഭുവ മനുവിൻ്റെ പെൺമക്കളുടെ വംശാവലി കഴിയാറായി തുടങ്ങി. അതിൽ ആകൂതി കഴിഞ്ഞു, ദേവഹൂതിയും കഴിഞ്ഞു. അതാണ് ഇപ്പോൾ ഇവിടെ അവസാനമായിട്ട് പറയുന്നത്. 45, 46, 47 ശ്ലോകം. തേ ഏതേ മുനയഃ ക്ഷത്തഃ ലോകാൻ സർഗൈ അഭാവയൻ ഏഷ കർദമദൗഹിത്ര സന്താനഃ കഥിതഃ തവ ശൃണ്വതഃ ശ്രദ്ധധാനസ്യ സദ്യഃ പാപഹരഃ പരഃ പ്രസൂതിം മാനവീം ദക്ഷ ഉഭയേമേ ഹി അജ ആത്മജഃ. തേ ഏതേ എന്ന് വെച്ചാൽ ഇവര്, അതായത് ഈ മുനയഹ, ഈ മുനിമാരൊക്കെ, ക്ഷത്ത എന്ന് വിളിക്കുന്നത് ഇവിടെ മൈത്രേയ മഹർഷി വിതുരരെ വിളിക്കുകയാണ്. അല്ലയോ വിതുരരെ, ഈ മുനിമാർ ലോകാൻ, ഈ 3 ലോകങ്ങളിലും സർഗൈ അഭാവയൻ, അവരുടെ പിൻഗാമികളാലും ഈ 3 ലോകങ്ങളും നിറയാൻ തുടങ്ങിയെന്ന്. ഈ മുനിമാർ, അതായത് കർദമ മഹർഷിയുടെ പെൺമക്കളായിട്ടുള്ള 9 പെൺമക്കള്, അവർ കല്യാണം കഴിച്ച മഹർഷിമാർ, അവരുടെ മക്കള്, അങ്ങനെ ഈ മുനിമാരുടെ വംശപരമ്പരയാൽ ത്രിലോകങ്ങളും നിറഞ്ഞു. സർഗൈ അഭാവയൻ, ത്രിലോകങ്ങളും അവരുടെ പിൻഗാമികളാൽ നിറഞ്ഞു. ഏഷ, ഇനി അവരുടെ കർദമ ദൗഹിത്ര സന്താനഃ, കർദമ മഹർഷി ദേവഹൂതി വിവാഹം കഴിച്ചത്, ദൗഹിത്ര അവരുടെ പെൺമക്കള്, അവരുടെ സന്താനങ്ങള് എന്നിവരെ കുറിച്ചുള്ള ഏഷഹ എന്ന് വെച്ചാൽ ആ വംശപരമ്പര തവ നിനക്കായിട്ട് കഥിതഃ ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു എന്ന്. അപ്പൊ കർദമന്റെയും ദേവഹൂതിയുടെയും കഥ, അവരുടെ പെൺമക്കള്, അവരുടെ തലമുറയെക്കുറിച്ച്, വംശപരമ്പരയെക്കുറിച്ച് പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇനി പറയാണ് ശൃണ്വതഃ ശ്രദ്ധദാനസ്യ, ആരാണോ ഈ വംശപരമ്പരയെക്കുറിച്ച് ശ്രദ്ധയോടെ കേൾക്കുന്നത്, സദ്യഃ വളരെ പെട്ടെന്ന് തന്നെ അവർ പാപഹരഃ മുഴുവൻ പാപങ്ങളും ഹരിക്കപ്പെട്ട് ഇല്ലാതായി പരഹ ആ പരമപദത്തിലേക്ക്, മോക്ഷത്തിലേക്ക് അടുക്കാൻ യോഗ്യരായി തീരുന്നു. മനസ്സിലായി? അതാണ് പറഞ്ഞത്. അപ്പോൾ കർദമന് ദേവഹൂതിയുടെയും വംശപരമ്പരയെക്കുറിച്ചുള്ള ചരിതം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഈ ചരിതത്തെ ശ്രദ്ധയോടെ കേൾക്കുന്നത് എന്നവരുടെ ഉള്ളിലെ പാപങ്ങളൊക്കെ, മാലിന്യങ്ങളൊക്കെ കഴുകിക്കളയപ്പെട്ട് അവർ മുക്തിക്ക് യോഗ്യരായി തീരുമെന്നും പറഞ്ഞു. ഇനി അടുത്ത മകളാരാ? സ്വയംഭുവ മനുവിൻ്റെ പ്രസൂതി എന്ന് കേൾക്കുമ്പോൾ, ദക്ഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരാളെ ഓർമ്മ വരും, സാക്ഷാൽ ശ്രീ മഹാദേവനെ, സതീദേവിയെയും. പ്രസൂതിയും മാനവീം ദക്ഷ ഉഭയേമേ ഹി അജ ആത്മജഃ. മാനവി, മനുവിൻ്റെ മറ്റൊരു 3ാമത്തെ പുത്രിയായ പ്രസൂതിയെ ദക്ഷ ഹി അജ ആത്മജ, അജ ആത്മജ എന്ന് വെച്ചാൽ ബ്രഹ്മാവിൻ്റെ ആത്മജൻ, മകനായിട്ടുള്ള ദക്ഷന് ഉഭയേമേ സ്വയംഭുവ മനു വിവാഹം ചെയ്തു കൊടുത്തു എന്ന്. ഇനി 3ാമത്തെ ഈ പ്രസൂതിയുടെ വംശപരമ്പരയാണ് കേട്ടോ പറയുന്നത്. ശ്ലോകം 48. തസ്യാം സസർജ ദുഹിത്യു ഷോഡശ അമലലോചന ത്രയോദശ അദാത് ധർമായ തഥാ ഏകാം ആഗ്നേയ വിഭുഹു. അതായത് 48ാമത്തെ ശ്ലോകം. തസ്യാം എന്ന് വെച്ചാൽ അവൾ, ആ പ്രസൂതി, സസർജ പ്രസവിച്ചു, ദുഹിത്യു എന്ന് വെച്ചാൽ പെൺമക്കളേന്ന്, ഷോഡശം 16, അമലലോചന സുന്ദരമായ കണ്ണുകളുള്ള അത്രയും സുന്ദരികളായിട്ടുള്ള 16 പെൺമക്കളെയാണെന്ന് ഈ പ്രസൂതി പ്രസവിച്ചത്, ദക്ഷനിൽ നിന്നും ഗർഭിണിയായി പ്രസവിച്ചത്. അതിൽ തന്നെ ത്രയോദശ 13 പെൺമക്കളെ അതാത് വിവാഹം ചെയ്തു കൊടുത്തു. ധർമ്മദേവനാണ് 13 പെൺമക്കളെ വിവാഹം ചെയ്തത് എന്ന്. ഇനി തഥാ
ഇനി അതുപോലെ തന്നെ ഏകാം, അപ്പോൾ 13 പേരെ കഴിഞ്ഞു, ധർമ്മദേവൻ വിവാഹം കഴിച്ചു. ഇനി അതുപോലെ ഏകാം എന്ന് വെച്ചാൽ ഒരു പെൺകുട്ടിയെ അഗ്നേയ വിഭുഹു, അഗ്നേയ എന്ന് വെച്ചാൽ അഗ്നിദേവനെ വിവാഹം ചെയ്തു കൊടുത്തു. വിഭു എന്ന് പറഞ്ഞാൽ ദക്ഷ പ്രജാപതി പ്രസൂതിക്കും 16 പെൺമക്കള്, അതിൽ 13 പേരെ ധർമ്മദേവൻ വിവാഹം കഴിച്ചു. ഒരു പെൺകുട്ടിയെ അഗ്നിദേവന് വിവാഹം കഴിച്ചു കൊടുത്തു. ആ പെൺകുട്ടിയുടെ പേരാണ് സ്വഹ. അപ്പം നമ്മൾ അഗ്നിയിലേക്ക് അഗ്നിഹോത്രാദി യാഗങ്ങളും പൂജകളും ഹോമങ്ങളും ചെയ്യുമ്പോൾ ഈ പൂജാദ്രവ്യങ്ങൾ അഗ്നിയിലേക്ക് സമർപ്പിക്കുമ്പോൾ നമ്മൾ പറയുന്ന മന്ത്രം എന്താ? സ്വാഹ സ്വാഹ എന്നാണ് പറയുന്നത്. അതായത് അഗ്നിദേവന്റെ പത്നിയാണ് സ്വഹ. അപ്പൊ ഭാര്യയിലേക്കാണ് നമ്മൾ ആദ്യം സമർപ്പിക്കുന്നത്. അപ്പൊ ഭാര്യയാണ് സ്വീകരിച്ചിട്ട് അത് ഭർത്താവിലേക്ക് എത്തിക്കുന്നത് എന്ന്, അഗ്നിദേവനെ എത്തിക്കുന്നത്. അതാണ് യാഗയജ്ഞാദി കർമ്മങ്ങളിൽ സ്വാഹ എന്ന് പറയുന്നത്. അഗ്നിദേവന്റെ പത്നിയാണ്, പ്രസൂതിയുടെയും ദക്ഷന്റെയും മകളാണ് സ്വാഹ. അപ്പോൾ 13 ഒന്ന് 14 പെൺമക്കൾ കഴിഞ്ഞു, 16 കേട്ടാ. അടുത്തത് 49 മുതൽ 52 ശ്ലോകം വരെ ഒരുമിച്ചാണ് പറയുന്നത് കേട്ടാ. അപ്പം നമുക്കിത് ഓരോരോ വരിയായിട്ട് പോവാം. ഇനി അടുത്തത് പിതൃഭ്യ ഏകാം യുക്തേഭ്യ ഭവായ ഏകാം ഭവച്ചിതേ എന്ന് വെച്ചാൽ പിതൃഭ്യ എന്ന് വെച്ചാൽ പിതൃദേവന്മാർക്ക്, ഒരാളല്ല പിതൃദേവന്മാർക്ക് ഏകാം എന്ന് വെച്ചാൽ ദക്ഷന്റെ അടുത്ത മറ്റൊരു പുത്രിയെ വിവാഹം ചെയ്തു കൊടുത്തു എന്ന്. അപ്പോൾ 15ാമത്തെ പെൺകുട്ടി ദക്ഷ പ്രജാപതി 15ാമത്തെ മകളെ പിതൃദേവന്മാർക്ക് വിവാഹം ചെയ്തു കൊടുത്തു. അപ്പോൾ 15ാമത്തെ മോള് പോയില്ലേ. അപ്പോൾ നമ്മൾ ആ മകളുടെ പേരാണ് സ്വത. അപ്പം നമ്മൾ ഈ പിതൃക്കൾക്ക് പൂജ അർപ്പിക്കുമ്പോൾ സ്വത എന്ന മന്ത്രമാണ് ജപിക്കുന്നത്. കാരണം സ്വതാദേവിയാണ് അതിനെ സ്വീകരിച്ച് പിതൃദേവന്മാർക്ക് എത്തിക്കുന്നത്. അപ്പൊ പിതൃക്കൾക്കുള്ള പൂജ ചെയ്യുമ്പോൾ സ്വത എന്ന മന്ത്രം പറയുന്നു. നമ്മളിവിടെ യാഗം പൂജ ഹോമകുണ്ഡത്തിലേക്ക് ഒരു ഹോമം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു യാഗം യജ്ഞം ചെയ്യുമ്പോൾ അവിടെ നമ്മൾ സ്വാഹ മന്ത്രമാണ് നമ്മൾ അഗ്നിദേവനിലേക്കാണ് കൊടുക്കുന്നത്. അപ്പൊ സ്വാഹ, അഗ്നിദേവന്റെ പത്നിയായ സ്വാഹ എന്ന നാമമാണ് ഉച്ചരിക്കുന്നത്. പിതൃക്കൾക്കുള്ള പൂജ ചെയ്യുമ്പോൾ പിതൃദേവന്മാരുടെ പത്നിയായ സ്വത എന്ന ദേവിയുടെ നാമമാണ് ഉച്ചരിക്കുന്നത്. കാരണം സ്വതാദേവിയാണ് അത് സ്വീകരിച്ച് പിതൃദേവന്മാരിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ദക്ഷന്റെ പ്രസൂതിയുടെ അടുത്ത 15ാമത്തെ മകളെ പിതൃദേവന്മാർക്ക് കൊടുത്തു. ഇനി അടുത്തത് യുക്തേഭ്യ, എല്ലാം തികഞ്ഞു വന്നിട്ടുള്ള ഭവായ മഹാദേവനെ ഏകാം, അതായത് ദക്ഷന്റെയും പ്രസൂതിയുടെയും എല്ലാ ഗുണങ്ങളും തികഞ്ഞ ഏകാം അടുത്ത പുത്രി 16ാമത്തെ പുത്രി ആരായിരിക്കും? സതീദേവിയെ ഭവച്ചിതേ എന്ന് വെച്ചാൽ എല്ലാ ഭൗതിക മാലിന്യങ്ങളിൽ നിന്നും പൂർണ്ണമായും മുക്തമായി നിൽക്കുന്ന, അതിനോടൊന്നും ഒരു അറ്റാച്ച്മെന്റും ഇല്ലാതെ ഒരു സംഘവും ഇല്ലാതെ എല്ലാത്തിൽ നിന്നും മുക്തമായി നിൽക്കുന്ന ഭവായ മഹാദേവനാണ് ദക്ഷൻ വിവാഹം ചെയ്തു കൊടുത്തത്. അപ്പൊ 16ാമത്തെ പുത്രി സതീദേവിയെ, എല്ലാ ഗുണങ്ങളും തികഞ്ഞ ആ പുത്രിയെ, എല്ലാ ഭൗതികമായ ബന്ധങ്ങളെയും വിച്ഛേദിച്ചു കൊണ്ട് നിൽക്കുന്ന മഹാദേവനെ വിവാഹം ചെയ്തു കൊടുത്തു. അപ്പൊ ദക്ഷന്റെയും പ്രജാപതിയുടെയും 16 മക്കളെയും വിവാഹം അറിഞ്ഞു. ഇനി അടുത്തതിൽ പറയുന്നത്, ഇതിലും ആദ്യത്തെ 13 പെൺമക്കളെയും ധർമ്മദേവനാണ് വിവാഹം ചെയ്തു കൊടുത്തതെന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണ് ഈ 13 പേരെയും ധർമ്മദേവന് വിവാഹം ചെയ്തു കൊടുത്തതെന്നുള്ള കാര്യമാണ്. ധർമ്മം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ധാർമ്മികമായ ജീവിതം. ഞാൻ പറഞ്ഞ ധർമ്മം ഇവിടെ ഭൗതികമായ ധർമ്മമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മൾ ആത്മീയ ധർമ്മം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ഒരു എല്ലാം ആ പ്രകൃതി എന്ന ശക്തിയിൽ അർപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നത്. ഭൗതികമായ ധർമ്മം എന്ന സത്യസന്ധമായി ജീവിക്കുക, ആരെയും വാക്കാലോ പ്രവർത്തിയാലോ മനസ്സുകൊണ്ട് പോലും നെഗറ്റീവായി ചിന്തിക്കാതിരിക്കുക, അതാണ് ഭൗതികമായ ധർമ്മം എന്ന് പറയുന്നത്. അപ്പൊ ഈ ധർമ്മദേവന്റെ പത്നിമാരായിട്ടുള്ള 13 പേരുടെ ആ പേരാണ് പറയുന്നത്, ആ രാജകുമാരിമാരുടെ, അതായത് ദക്ഷന്റെ ആദ്യത്തെ 13 പെൺമക്കളുടെ പേരാണ് ഇവിടെ പറയുന്നത്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവർ തീർച്ചയായിട്ടും ധർമ്മദേവന്റെ പത്നിമാരാണെന്ന്. കാരണം ഒരു ദേവനെ അല്ലെങ്കിൽ ധാർമ്മിക ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട സർവ്വഗുണങ്ങളാണ് അവിടെ ദേവിമാരായിട്ട് പറയുന്നത്. കേട്ടോളൂ. ശ്രദ്ധ, ധർമ്മദേവന്റെ 13 പത്നിമാരുടെ പേരാണ് കേട്ടാ. ശ്രദ്ധ, ഒരു ധാർമ്മികമായ ജീവിതം നയിക്കുന്ന ഒരുവനിൽ ഉണ്ടാവേണ്ട ഗുണമല്ലേ. മൈത്രി ഭാവം, മൈത്രി, ദയ, ശാന്തി, തുഷ്ടി, പുഷ്ടി, ക്രിയ, ഉന്നതി,
ബുദ്ധി, മേധ, തിദീക്ഷ, ഹ്രീ, മൂർത്തി, ധർമ്മസ്യ പത്നയഃ. ഇവരാണ് ധർമ്മദേവന്റെ 13 പത്നിമാര് എന്ന്. അതായത് ഒരു ധർമ്മത്തിനുണ്ടായിരിക്കേണ്ട, ധർമ്മം എന്ന് വെച്ചാൽ ആ ധാർമ്മിക ജീവിതം നയിക്കുന്ന വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട ആ ധർമ്മ തത്വത്തിന്റെ 13 ഗുണങ്ങളാണ് പത്നിമാര്. മനസ്സിലായോ? ഈ 13 ആരിലാണോ തികയുന്നത് അവനാണ് ധാർമ്മികമായ ജീവിതം നയിക്കുന്നത്. അവൻ നയിക്കുന്ന ആ ധർമ്മത്തിന്റെ ദേവന്റെ പത്നിമാരാണ് ഇത് 3. മനസ്സിലായോ? 13 പേരും. അപ്പോൾ ശ്രദ്ധ, മൈത്രി, ദയ, ശാന്തി, തുഷ്ടി, പുഷ്ടി, ക്രിയ, ഉന്നതി, ബുദ്ധി, മേധ, തിദീക്ഷ, ഹ്രീ, മൂർത്തി. ഇവരാണ് ദക്ഷന്റെ ആദ്യത്തെ 13 പെൺമക്കള്, ധർമ്മദേവന്റെ പത്നിമാര്. ഇനി ഇവരുടെ ഈ 13 പേർക്കും ധർമ്മദേവനിൽ നിന്നുമുണ്ടായ മക്കളുടെ പുത്രന്മാരുടെ പേരാണ് ഇനി പറയുന്നത് കേട്ടാ. ശ്രദ്ധ, അസൂത, ശുഭം. ശ്രദ്ധാദേവി പ്രസവിച്ചത് ശുഭം എന്ന പുത്രനെ. ഇനി മൈത്രി, രണ്ടാമത്തെ മകള് മൈത്രി പ്രസവിച്ചത് പ്രസാദം. മൈത്രിയുടെ പുത്രൻ പ്രസാദം. മൂന്നാമത്തെ മകള് ദയ. ദയ പ്രസവിച്ചത് അഭയം. മനസ്സിലായോ? ദയയുടെ പുത്രനാണ് അഭയം. ഇനി 4ാമത്തെ മകൾ ശാന്തി. ശാന്തി പ്രസവിച്ചത് സുഖം. ആ പുത്രന്റെ പേരാണ് സുഖം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കോളൂ. ശുഭം, പ്രസാദം, അഭയം, സുഖം, ഇതൊക്കെയാണ് പുത്രന്മാരായിട്ട് ജനിക്കുന്നത്. കണ്ട, ആ ഗുണങ്ങളാണ് പറയുന്നത്. ശാന്തി പ്രസവിച്ച പുത്രൻ സുഖം. ഇനി തുഷ്ടി, അടുത്തത് 5ാമത്തെ മകള് തുഷ്ടി, ഭാര്യ തുഷ്ടിയാണ്. തുഷ്ടി പ്രസവിച്ചത് മുദം എന്ന മകനെ. ഇനി അടുത്തത് പുഷ്ടി. പുഷ്ടി പ്രസവിച്ചത് സ്മയം എന്ന മകനെ. സ്മയം എന്ന് വെച്ചാൽ ഒരു അഭിവൃദ്ധിയാണ് ഉദ്ദേശിക്കുന്നത്. പുഷ്ടി പ്രസവിച്ചത് അസൂയത. അസൂയത എന്ന് വെച്ചാൽ ജനിപ്പിച്ചു, സ്മയം എന്ന പുത്രനെ. ഇനി അടുത്തത് ക്രിയ. ക്രിയ പ്രസവിച്ചത് യോഗം എന്ന പുത്രനെ. അടുത്തത് ഉന്നതി എന്ന പത്നി. ഉന്നതി പ്രസവിച്ചത് ദർപ്പം എന്ന പുത്രനെ. അടുത്തത് ബുദ്ധി എന്ന പത്നി. ബുദ്ധി പ്രസവിച്ചത് അർത്ഥം എന്ന പുത്രനെ. അസൂയത എന്ന് വെച്ചാൽ ജനിപ്പിച്ചു. ബുദ്ധി കഴിഞ്ഞാൽ മേധ. മേധ എന്ന പത്നി പ്രസവിച്ചത് സ്മൃതിയും എന്ന പുത്രനെ. അടുത്തത് തിദീക്ഷ. തിദീക്ഷ എന്ന പത്നി പ്രസവിച്ചത് ക്ഷേമം എന്ന പുത്രനെ. അടുത്തത് ഹ്രീ. ഹ്രീ എന്ന പത്നി പ്രസവിച്ചത് പ്രശ്രയം എന്ന പുത്രനെ. സുതം എന്ന് വെച്ചാൽ പുത്രനെ പ്രസവിച്ചു. ഏറ്റവും അവസാനത്തെ പത്നി മൂർത്തി. ധർമ്മദേവന്റെ 13ാമത്തെ പത്നിയാണ് മൂർത്തി ദേവി. മൂർത്തി ദേവി പ്രസവിച്ചതാണ് സർവഗുണോത്പത്തി, എല്ലാ ഗുണങ്ങളും തികഞ്ഞ ഋഷിമാരായിട്ടുള്ള നരനാരായണന്മാർ. മനസ്സിലായില്ലേ? അപ്പോൾ ദക്ഷ പ്രജാപതിയുടെയും പ്രസൂതിയുടെയും 16 മക്കളിൽ ആദ്യത്തെ 13 പേര് ധർമ്മദേവൻ വിവാഹം കഴിച്ചതിൻ്റെ കാരണം കിട്ടിയില്ലേ? ധർമ്മത്തിൻ്റെ 13 ഗുണങ്ങളാണ്, ആ ധാർമ്മിക തത്വത്തിൻ്റെ 13 ഗുണങ്ങളാണ് അവർ 13 ദേവിമാരായിരിക്കുന്നത്. അവരെയാണ് വിവാഹം കഴിച്ചത്. അവർക്കുണ്ടായ മക്കളും അതുപോലെ തന്നെ സുഖം, ഇതുപോലെ തന്നെ മുദം, സ്മയം എന്നൊക്കെ പറയുന്ന പുഷ്ടി, യോഗം, ദർപ്പം, അതുപോലെ അർത്ഥം, സ്മൃതി എന്നിങ്ങനെ ക്ഷേമം എന്നിങ്ങനെയുള്ള ഗുണങ്ങളാണ് അവിടെ പറയുന്നത്. ഇതിൽ 13ാമത്തെ പത്നി ആണ് മൂർത്തി ദേവി. മൂർത്തി ദേവി പ്രസവിച്ചതാണ് സർവഗുണ സമ്പന്നരായിട്ടുള്ള ഋഷിമാരായിട്ടുള്ള നരനാരായണന്മാർ. അപ്പൊ നരനാരായണന്മാരുടെ ജന്മം അവിടെയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ശ്ലോകം 53 ഇതിലെ ഏറ്റവും ശ്രേഷ്ഠ ജന്മം അപ്പോൾ ആരുടെ ആയിരിക്കും? മൂർത്തി ദേവി പ്രസവിച്ച ധർമ്മദേവന്റെയും മൂർത്തി ദേവിയുടെയും പുത്രന്മാരായിട്ടുള്ള നരനാരായണന്മാർ. അവരുടെ ജന്മസമയത്തുണ്ടായ അനുഭവങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ശ്ലോകം 53 യയോഹോ ജന്മനി അധഃ വിശ്വം അഭ്യനന്ദത് സുനിർവൃതം മനാംസി കകുബഃ വാദ പ്രസേതു സരിതഃ അദ്രയഃ. യയോഹോ, ഇവർ 2 പേരും. യയോഹോ എന്ന് വെച്ചാൽ ഇവർ 2 പേരും, അതായത് നരനാരായണന്മാര്. യയോഹോ എന്ന് വെച്ചാൽ ഇവർ 2 പേരും നരനാരായണന്മാർ. ജന്മനി, ജനിച്ചപ്പോൾ, ആ അവതാരമുണ്ടായപ്പോൾ, അധഃ വിശ്വം, ഈ വിശ്വം മുഴുവനും, അഭ്യനന്ദത് സുനിർവൃതം, പരിപൂർണ സന്തോഷത്തിൻ്റെ ആധിക്യത്തിൽ ആയിത്തീർന്നു എന്നാണ്. സുനിർവൃതം എന്ന് വെച്ചാൽ അത്രയും നിർവൃതി അനുഭവിക്കുന്ന, ഈ ലോകത്തിലെ സർവ്വചരാചരങ്ങളിലും അത്രയ്ക്കും സന്തോഷം അനുഭവപ്പെട്ടു നരനാരായണന്മാർ ജനിച്ച സമയത്ത് നിന്ന്. മനാംസി, എല്ലാ മനസ്സുകളും, എല്ലാ മനുഷ്യരുടെ ജീവജാലങ്ങളുടെ മനസ്സുകളും, കകുബഹ, ദിക്കുകളും, എല്ലാ ദിക്കുകളും, വാദഹ, എല്ലാ വായുവിലും, പ്രസേതു, അതുപോലെ സരിതഹ, എല്ലാ നദികളിലും സമുദ്രങ്ങളിലും, അദ്രയഹ, എല്ലാ പർവ്വതങ്ങളും, പ്രസേതു എന്ന് വെച്ചാൽ പ്രസന്നമായി തീർന്നു എന്നാണ്. നരനാരായണന്മാർ ജനിക്കുന്ന സമയം
വിശ്വം മുഴുവനും അത്രയും സന്തോഷാധിക്യത്തിലായി. ദിക്കുകൾ, ദിശകൾ, നദികൾ, പർവ്വതങ്ങൾ, സമുദ്രങ്ങൾ, കാറ്റ്, വായുവും അതുപോലെ സർവചരാചരങ്ങളുടെ മനസ്സുകളും ആ സമയത്ത് പ്രസന്നമായി തീർന്നിരുന്നു എന്ന്. ഇനി 54, 55 ശ്ലോകങ്ങൾ ഒരുമിച്ച് ഇതേപോലെ നരനാരായണന്മാർ ജനിച്ച സമയത്തുണ്ടായിരുന്ന അത്ഭുതകരമായ സംഭവങ്ങളെയാണ് വിവരിക്കുന്നത്. ദിവ്യ അവാദ്യന്ത തുര്യാണി പേതു കുസുമവൃഷ്ടയഃ മുനയഃ തുഷ്ടുവുഹു തുഷ്ടാ ജഗുഹു ഗന്ധർവകിന്നരഃ നൃത്യന്തി സ്മ സ്ത്രീയോഃ ദേവ്യാ ആസീത് പരമമംഗളം ദേവാ ബ്രഹ്മാദയ സർവേ ഉപദസ്തു അഭിഷ്ടവൈഃ. ദിവി, അവർ നരനാരായണന്മാർ ജനിച്ച സമയത്ത് ദിവി ആകാശത്ത് തുര്യാണി വാദ്യോപകരണങ്ങൾ അവാദ്യന്ത മുഴങ്ങിക്കേട്ടു എന്ന്, പെരുമ്പറകളൊക്കെ മുഴങ്ങിക്കേട്ടു. കുസുമവൃഷ്ടയ പുഷ്പവൃഷ്ടി പേതുഹു ഭൂമിയിലേക്ക് പതിച്ചു. മുനയഹ എല്ലാ മഹർഷിമാരും തുഷ്ട സന്തോഷം നിറഞ്ഞ മനസ്സോടെ തുഷ്ടുവു ഭഗവാനെ ആ നരനാരായണന്മാരെ സ്തുതിച്ചു. ജഗുഹു ഗന്ധർവ കിന്നരഹ ഗന്ധർവ കിന്നരന്മാർ പാട്ടുകൾ പാടി. നൃത്യന്തി സ്മ സ്ത്രീയോ ദേവ്യ ദേവലോകത്തിലെ ദേവിമാരെല്ലാം അപ്സര സ്ത്രീകളൊക്കെ നൃത്തം ചെയ്തു. ആസീത് പരമമംഗളം എല്ലായിടത്തും പരമമായ മംഗളം ആസീത് എന്ന് വെച്ചാൽ ഭവിച്ചു എന്ന്, എല്ലായിടത്തും മംഗളകരമായൊരവസ്ഥ വന്നു ഭവിച്ചു നരനാരായണന്മാർ ജനിച്ച സമയം. ഈ സമയത്ത് ദേവാ ബ്രഹ്മാദയ സർവേ ബ്രഹ്മാവ് ഉൾപ്പെടെയുള്ള സകല ദേവന്മാരും ഉപസ്തു അഭിഷ്ടവേ, അതായത് ആ നരനാരായണന്മാരുടെ അവതാര ജനനത്തെ കണ്ട് അവരെല്ലാവരും അവരെ തൊഴുകൈകളോടെ നരനാരായണന്മാരെ സ്തുതിച്ചു എന്ന്, പ്രാർത്ഥനകളോടെ. അഭിഷ്ടവേ എന്ന് വെച്ചാൽ പ്രാർത്ഥനകളോടെ, ഉപസ്തു എന്ന് വെച്ചാൽ ഉപദസ്തു എന്നാൽ സ്തുതിച്ചു എന്നർത്ഥം. അപ്പം ദേവന്മാരൊക്കെ വന്ന് ആ ജന്മം കണ്ട് ആവിർഭാവം കണ്ട് നരനാരായണന്മാരുടെ ജനനത്തിൽ സന്തോഷിച്ചു കൊണ്ട് അവരെ സ്തുതിച്ചു. ഇനി 56-ാമത്തെ ശ്ലോകത്തിൽ ആ ദേവന്മാരുടെ സ്തുതി എന്തായിരുന്നു എന്നാണ് പറയുന്നത്. ദേവ ഊജുഹു, ദേവന്മാർ പറഞ്ഞു, യോ മായയാ വിരജിതം നിജയാ ആത്മനി ഇദം ഖേ രൂപഭേദം ഇവ തത് പ്രതിചക്ഷണായ ഏതേന ധർമ്മസദനേ ഋഷിമൂർത്തിന അദ്യ പ്രാദുശ്ചകാര പുരുഷായ നമഃ പരസ്മൈ. യഹ, ആരാണോ മായയ മായാശക്തിയാൽ, നിജയ എന്ന് വെച്ചാൽ തൻ്റെ സ്വന്തം മായാശക്തിയാൽ, ഇതം ഈ പ്രപഞ്ചത്തെ വിരചിതം സൃഷ്ടിച്ചത് ആരാണോ ആ ഭഗവാൻ ആത്മനി ആ ഭഗവാൻ തന്നെ ഖേ രൂപഭേദം ഇവ, ഖേ രൂപഭേദം എന്ന് വെച്ചാൽ ആകാശത്തിൽ രൂപഭേദം കാണുന്നത്, ഇവ എന്ന് വെച്ചാൽ പോലെയെന്ന്. അതായത് നമ്മൾ ആകാശത്തിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആ മേഘങ്ങളെ ഇങ്ങനെ കാണുമ്പോൾ കുറച്ചധികം നേരം ഒരു 5 മിനിറ്റ് കണ്ണിമ വെട്ടാതെ ആകാശത്തിലേക്ക് നോക്കിയിരുന്നാൽ ആ മേഘങ്ങളുടെ രൂപം കാണുമ്പോൾ നമുക്ക് പലതും തോന്നും അല്ലേ. പല മൃഗങ്ങളുടെ, പല മനുഷ്യന്മാരുടെ, പല ദേവന്മാരുടെയൊക്കെ രൂപം നമുക്ക് തോന്നും. ശരിക്കും അവിടെ ആ രൂപമില്ല. പക്ഷെ ആകാശത്തേക്ക് കുറച്ചു നേരം നോക്കി നിന്നാൽ ആ മേഘക്കൂട്ടങ്ങൾക്കിടയിലോ ആ മേഘത്തിൻ്റെ ഷേപ്പിലോ നമുക്ക് പലരുടെയും രൂപങ്ങൾ അവിടെ നമുക്ക് സങ്കല്പിച്ച് നമുക്ക് കാണും. നമ്മുടെ കണ്ണിന് അതിങ്ങനെ കാണും, അതുള്ളതുപോലെ നമുക്ക് തോന്നും. ആ മേഘത്തിന് ആ ഷേപ്പ് ഉള്ളതുപോലെ, അതാണ് രൂപഭേദം. ആകാശത്തിലേക്ക് നോക്കുമ്പോൾ രൂപഭേദങ്ങൾ കാണുന്നത് പോലെ, എന്നാൽ അത് യഥാർത്ഥമാണോ? അല്ല. അങ്ങനെ യഥാർത്ഥമല്ലാത്ത ഈ വിശ്വത്തെ, ഈ പ്രപഞ്ചത്തെ സ്വന്തം മായാശക്തിയാൽ, എന്നാൽ സത്വരജ എന്ന് വെച്ചാൽ ആ സത്വരജ തമോ ഗുണങ്ങളെ സ്വീകരിച്ചുകൊണ്ട് യഥാർത്ഥമല്ലാത്ത ഈ ലോകത്തെ സൃഷ്ടിച്ച ആ ഭഗവാൻ തത് പ്രതിചക്ഷണായ, ആ ഭഗവാൻ പ്രതിചക്ഷണായ എന്ന് വെച്ചാൽ ഒരു അവതാരം എടുക്കാൻ വേണ്ടി, ഒരു ശരീരമെടുത്ത് അവതരിക്കാനായി ധർമ്മസദേന, ഏതേന എന്ന് വെച്ചാൽ ഇപ്രകാരം, ധർമ്മസദനെ എന്ന് വെച്ചാൽ ധർമ്മദേവന്റെ ഗ്രഹത്തിൽ ഋഷിമൂർത്തിന, ഒരു മഹർഷിമാരുടെ രൂപത്തിൽ അദ്യ ഇന്ന് പ്രാദുശ്ചകാര അവതരിച്ചുവല്ലോ. അല്ലയോ പരസ്മൈ പുരുഷായ, അങ്ങനെ പരമപുരുഷനായിരിക്കുന്ന അങ്ങയെ നമഃ ഞങ്ങൾ ഇത് നമസ്കരിക്കുന്നു.
ഞങ്ങൾ ഇന്ന് അങ്ങയെ നമസ്കരിക്കുന്നു എന്നാണ് ബ്രഹ്മാവ് ഉൾപ്പെടെയുള്ള ദേവന്മാർ അവിടെ നിന്ന് വന്ന് ഭഗവാനെ സ്തുതിച്ചത്. ആകാശത്തിലേക്ക് നോക്കുമ്പോൾ മേഘക്കൂട്ടങ്ങളെ പല പല രൂപത്തിൽ നമുക്ക് തോന്നുന്നത് പോലെ, യഥാർത്ഥമല്ല, അത് നമുക്ക് തോന്നുന്നതാണ് ഉണ്ട് എന്ന്, ആ രൂപം നമുക്ക് തോന്നുന്നത് പോലെ യഥാർത്ഥമല്ലാത്ത ഈ പ്രപഞ്ചത്തെ സ്വന്തം മായാശക്തിയാൽ സൃഷ്ടിച്ച അല്ലയോ ഭഗവാനെ, ഒരു ശരീര രൂപം എടുത്ത് അവതരിക്കാനായി അങ്ങ് ധർമ്മദേവന്റെ ഗൃഹത്തിൽ ഇപ്രകാരം നരനാരായണന്മാരുടെ രൂപത്തിൽ വന്ന് അവതരിച്ചുവല്ലോ. അങ്ങനെ പരമമായ പുരുഷനായിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ ഇതാ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് ഉൾപ്പെടെയുള്ള ദേവന്മാർ അവരെ കണ്ട് നമസ്കരിച്ചു. അടുത്തത് 57 ശ്ലോകം. സഹ അയം സ്ഥിതി വ്യതികര ഉപശമായ സൃഷ്ടാൻ സത്വേന നഹ സുരഗണാൻ അനുമേയ തത്വഃ ദൃശ്യാത് അഭദ്രകരുണേന വിലോകനേന യത് ശ്രീ നികേതമമലം ക്ഷിപത അരവിന്ദം. എന്താ പറഞ്ഞേന്നാ? സഹ അയം, അങ്ങനെയുള്ള ഭഗവാനെ, നരനാരായണന്മാരെ നോക്കിയിട്ട് പറയാണ്, അല്ലയോ ആ ഭഗവാൻ, സ്ഥിതി വ്യതികര ഉപശമായ, സ്ഥിതി എന്ന് വെച്ചാൽ സൃഷ്ടിച്ചത്, ആ ഭഗവാൻ സൃഷ്ടിച്ച ഈ ലോകത്തിന്, വ്യതികരം എന്ന് വെച്ചാൽ ആപത്തുകൾ, ഉപശമായ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, സത്വേന സത്വഗുണം നിറഞ്ഞ, നഹ ഞങ്ങളായിട്ടുള്ള സുരഗണാൻ ദേവന്മാരെ സൃഷ്ടിച്ചുവല്ലോ. അനുമേയ തത്വഃ, അനുമാനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന തത്വമായിരിക്കുന്ന ആ ഭഗവാൻ. അപ്പം ഈശ്വരൻ എന്ന് പറഞ്ഞ ആ തത്വം ഉണ്ടല്ലോ, അത് അങ്ങനെ ആയിരിക്കാം, ഇങ്ങനെ ആയിരിക്കാം, വേദങ്ങളിലൂടെയും മറ്റു പഠനങ്ങളിലൂടെയും ഒക്കെ നമുക്ക് അങ്ങനെ ആവാം, ഇങ്ങനെ ആവാം എന്ന് അനുമാനിക്കാനേ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ അങ്ങനെ അനുമാനത്തിലൂടെ അറിയാൻ സാധിക്കുന്ന, അതാണ് അനുമേയ തത്വഃ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള തത്വമായിരിക്കുന്ന ആ ഭഗവാൻ താൻ സൃഷ്ടിച്ച ഈ വിശ്വത്തിലെ മായാശക്തി, തൻ്റെ മായാശക്തിയാൽ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിന് ആപത്ത് വരാതിരിക്കാൻ, അതിനെ വരുന്ന എല്ലാ ആപത്തുകളെയും തടഞ്ഞ് അതിനെ ഇല്ലാതാക്കി ആപത്തുകളിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് സത്വഗുണ സ്വരൂപന്മാരായ ഞങ്ങളെപ്പോലെയുള്ള ദേവന്മാരെ സൃഷ്ടിച്ചത്. ഇത് ബ്രഹ്മാവ് ഉൾപ്പെടെയുള്ള ദേവന്മാരാണല്ലോ പറയുന്നത്. അപ്പം ഞങ്ങളെപ്പോലെയുള്ള ദേവന്മാരെ അങ്ങ് സൃഷ്ടിച്ചത്, അങ്ങ് സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിൻ്റെ നടത്തിപ്പ് നന്നായി പോവാനാ അല്ലേ? അഗ്നിയുടെ നിയന്ത്രണം അഗ്നിദേവനെ, ഭൂമിയുടെ നിയന്ത്രണം ഭൂമിദേവിക്ക്, വായുവിൻ്റെ നിയന്ത്രണം വായുദേവന്, അതുപോലെ തന്നെ ജലത്തിൻ്റെ നിയന്ത്രണം വരുണദേവന്, ഇങ്ങനെ സൂര്യദേവൻ, ചന്ദ്രദേവൻ, ഇങ്ങനെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കൊക്കെ ദേവന്മാരെ അങ്ങ് ആ പ്രകൃതി ശക്തി സൃഷ്ടിച്ച, ഈ മായയോട് കലർന്ന് സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിനായി, ഇതിനൊരു ആപത്ത് വരാതെ സംരക്ഷിക്കാൻ, നിലനിൽപ്പ് 1000 ചതുർയുഗം ഇതിങ്ങനെ നിൽക്കണ്ടേ, പിന്നെയും വരും 1000 ചതുർയുഗം. അപ്പം അതങ്ങനെ ബ്രഹ്മാവ് ഇരിക്കുന്നിടത്തോളം, ബ്രഹ്മാവിൻ്റെ ആയുസ് തീരുന്നത് വരെയുള്ള കാലം 1000 ചതുർയുഗം റിപ്പീറ്റ് വന്ന് പോകുമ്പോൾ ഈ പ്രപഞ്ചം അങ്ങനെ നിലനിൽക്കണമെങ്കിൽ ഇതിൻ്റെ നിയന്ത്രണത്തിനായിട്ട് ഓരോന്നിനും, പ്രകൃതിയുടെ ഓരോ മാറ്റങ്ങൾക്കും ഓരോ ദേവന്മാരായ ഞങ്ങളെ വെച്ചിട്ടുണ്ട്. അതാണ് ആ പറയുന്നത്. അങ്ങനെയുള്ള ഞങ്ങളെ നേർക്ക് ദൃശ്യാത്, അങ്ങ് ഒന്ന് നോക്കണേന്ന്. എങ്ങനെ? അഭദ്രകരുണേന, അത്രയും കാരുണ്യം നിറഞ്ഞ, വിലോകനേന, ആ മനോഹരമായ കണ്ണുകളോടെ, ആ കാരുണ്യത്തോടു കൂടി നരനാരായണന്മാരുടെ രൂപത്തിൽ നിന്നുകൊണ്ട് അങ്ങ് ഞങ്ങളെ ഒന്ന് നോക്കണേ എന്ന് ആ ദേവന്മാർ പറയാണ്. എന്നിട്ട് പറയാണ്, എന്താ അങ്ങനെ പറയാൻ കാരണം? യത് ശ്രീ, ഏതാണോ ആ ലക്ഷ്മി ദേവിയുടെ നികേതം, വാസസ്ഥാനമായിരിക്കുന്ന അമലം, പരിശുദ്ധമായ അരവിന്ദം, ആ താമര, അതിനെ പോലും ക്ഷിപത, തോൽപ്പിച്ച് കളയുന്ന സൗന്ദര്യമുള്ള കണ്ണുകളാണ് അങ്ങയുടേന്ന്. ലക്ഷ്മി ദേവിയുടെ വാസസ്ഥാനമായിരിക്കുന്ന, ലക്ഷ്മി ദേവി ഇരിക്കുന്ന താമരപ്പൂ ഉണ്ടല്ലോ, ആ താമരപ്പൂവിൻ്റെ മനോഹാരിതയെ പോലും തോൽപ്പിച്ച് കളയുന്ന അത്യധികം സൗന്ദര്യമുള്ള ആ കണ്ണുകളുണ്ടല്ലോ, കരുണാർദ്രമായ കണ്ണുകൾ, ആ കാരുണ്യം നിറഞ്ഞ ആ കണ്ണുകൾ കൊണ്ടുള്ള ഒരു കരുണാർദ്രമായ ഒരു നോട്ടം ഞങ്ങളെ ഒന്ന് നോക്കണേ എന്നാണ് ദേവന്മാർ അവിടെ നിന്ന് തൊഴുകൈകളോടെ നരനാരായണ മൂർത്തികളെ കണ്ടിട്ട്, ഋഷിമാരെ കണ്ടിട്ട് പറഞ്ഞത് എന്നും. അങ്ങാണ് നരനാരായണന്മാരായിട്ട് അവതരിച്ചത്. അങ്ങ് സൃഷ്ടിച്ച ഈ ലോകത്തിൻ്റെ പരിപാലന കർമ്മം ശരിയായ രീതിയിൽ സംരക്ഷിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയാണ് സത്വഗുണപ്രധാനികളായ ഞങ്ങളെപ്പോലെയുള്ള ദേവന്മാരെ അങ്ങ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ ആ കാരുണ്യം നിറഞ്ഞ ലക്ഷ്മി ദേവിയുടെ വാസസ്ഥാനമായ താമരപ്പൂവിനെ പോലും തോൽപ്പിച്ച സൗന്ദര്യമുള്ള കണ്ണുകൾ കൊണ്ട് ആ കാരുണ്യത്തോടെ ഞങ്ങളെ ഒന്ന് നോക്കി കടാക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ ദേവന്മാർ നിന്നത്.
ശ്ലോകം 58. ഏവം സുരഗണൈ താതാ ഭഗവന്തൗ അഭിഷ്ടുതൗ ലബ്ധ അവലോകൈ യയതു അർച്ചിതൗ ഗന്ധമാദനം. താതാ എന്ന് വിളിക്കുന്നത് മൈത്രേയ മഹർഷി വിതുരരെ, അല്ലയോ വിതുരരെ, ഏവം ഇപ്രകാരം സുരഗണൈ ദേവന്മാരാൽ ഭഗവന്തൗ, ആ ഭഗവന്തൗ എന്ന് വെച്ചാൽ ആ ഭഗവാന്മാർ, ഭഗവന്തൗ എന്ന് പറയുന്നത് രണ്ടുപേരുണ്ടല്ലോ, നരനാരായണന്മാർ, അതാണ് ആ ഭഗവാന്മാർ എന്നർത്ഥത്തിൽ നരനാരായണന്മാർ. അഭിഷ്ടുതൗ സ്തുതിക്കപ്പെട്ടു. ഇപ്രകാരം ദേവന്മാർ നരനാരായണന്മാരെ സ്തുതിച്ചപ്പോൾ ലബ്ധ്വ നേടിയെന്ന് എന്ത് അവലോകൈ, അപ്പോൾ സന്തുഷ്ടരായ നരനാരായണന്മാർ ദേവന്മാർ ആഗ്രഹിച്ച പോലെ കാരുണ്യത്തോടെ അവരെ ഒന്ന് നോക്കി കടാക്ഷിച്ചു. അതാണ് ലബ്ധ്വ അവലോകെ, അവരുടെ നേരെ ആ കടാക്ഷത്തെ നൽകിയിട്ട് അവർക്ക് അനുഗ്രഹിച്ച് അർച്ചിതവും അവരുടെ എല്ലാ പൂജകളും ആരാധനയും സ്തുതിയും സ്വീകരിച്ചുകൊണ്ട് ഗന്ധമാദനം യയതു, ഗന്ധമാദന പർവ്വതത്തിലേക്ക് അവര് നരനാരായണന്മാർ പോയി എന്ന്. അപ്പോൾ ദേവന്മാരുടെ പ്രാർത്ഥന കേട്ട് സന്തുഷ്ടരായ നരനാരായണന്മാർ അവരാഗ്രഹിച്ചതുപോലെ കാരുണ്യം കലർന്നൊരു കടാക്ഷം, ഒരു നോട്ടം അവരിലേക്ക് പായിച്ച് അവരെ സന്തോഷിപ്പിച്ച് അവരുടെ സ്തുതിയും ആരാധനയും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് അവസാനം നരനാരായണന്മാർ ഗന്ധമാദന പർവ്വതത്തിലേക്ക് പോയി. ശ്ലോകം 59. അപ്പോൾ ദക്ഷൻ്റെയും പ്രസൂതിയുടെയും 13 മക്കൾക്കുണ്ടായ പുത്രന്മാരിൽ ആ 13ാമത്തെ മൂർത്തിദേവിക്കുണ്ടായ നരനാരായണന്മാരുടെ മഹാത്മ്യവും പറഞ്ഞു. അവരങ്ങനെ ഗന്ധമാദന പർവ്വതത്തിലേക്ക് പോയി. ഇനി 59. തൗ ഇമൗ വൈ ഭഗവതഃ ഹരേ അംശൗ ഇഹ ആഗതൗ അംശൗ ഇഹ ആഗതൗ ഭാരവ്യയായ ച ഭുവ കൃഷ്ണൗ യദു കുരു ദ്വഹൗ. എന്താ ഇവിടെ പറയുന്നത് വെച്ചാൽ ഒക്കെ രണ്ടായത് കൊണ്ടാണ് കേട്ടോ. നരനാരായണന്മാർ രണ്ടാണല്ലോ, അതാണ് ഈ ദൗ ഔ എന്ന് പറയുന്നത്. തൗ ഇമൗ, താവിമൗ എന്ന് വെച്ചാൽ 2 വാക്കാണ്. തൗ ഇമൗ, ഇവർ രണ്ടുപേരും, ഈ നരനാരായണന്മാർ രണ്ടുപേരും ഭഗവതഃ ഹരേ അംശൗ, ഭഗവാൻ ശ്രീഹരിയുടെ അംശാവതാരമാണ്. ഇഹ, ഇവിടെ ആഗതഃ, അവർ പിന്നെയും ജനിച്ചിട്ടുണ്ട്. ഈ ഭൂമിയിൽ ഇപ്പോൾ പിന്നെയും അവർ ജനിച്ചിട്ടുണ്ട്. ഇതാരാ പറയുന്നത്? മൈത്രേയ മഹർഷി വിതുരർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തിൽ. അപ്പോൾ പറയാണ്, അന്ന് ദക്ഷൻ്റെ പുത്രിയായിട്ടുള്ള മൂർത്തിദേവിയിൽ പിറന്നവരാണ് നരനാരായണന്മാർ. പക്ഷെ പിന്നീട് ഭൂമിയിൽ ഈ അടുത്ത കാലത്ത് ഇവിടെ വീണ്ടും അവർ ജനിച്ചിട്ടുണ്ട് എന്ന്. അതായത് അത് ദ്വാപരയുഗത്തിൽ നരനാരായണന്മാർ വീണ്ടും അവതരിച്ചിട്ടുണ്ട്. ഭഗവാൻ ശ്രീഹരിയുടെ അവതാരമായിരുന്നു അവർ. ഇനി ഇപ്പം ജനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ അവതാരം ആരൊക്കെയാണെന്ന്? ഭാരവ്യയായ, ഭാരമില്ലാതാക്കാൻ, ഭുവഹ, ഭൂമിയുടെ ഭാരമില്ലാതാക്കാൻ, കൃഷ്ണൗ, 2 കൃഷ്ണൗ എന്നാണ് പറയുന്നത്. അപ്പോൾ 2 കൃഷ്ണന്മാരായിട്ട്. ആരാ 2 കൃഷ്ണന്മാര്? കൃഷ്ണനും അർജുനനും. യദു കുരു, യദുവംശത്തിലും കുരുവംശത്തിലും ദുഹൗ ജനിച്ചു എന്ന്. അപ്പോൾ ദ്വാപരയുഗത്തിൽ കൃഷ്ണനും അർജുനനായി ജനിച്ചത് അന്നത്തെ നരനാരായണന്മാർ തന്നെയാണ്. പിന്നീട് ഭൂമിയുടെ ഭാരം ഇല്ലാതാക്കാൻ, എന്ന് വെച്ചാൽ കുരുക്ഷേത്ര യുദ്ധത്തിലൂടെ ബാലൻസ് ചെയ്യാൻ, ഭൂമിയിലെ അവസ്ഥ അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട്, ഭൂമിയുടെ ഭൂഭാരം കുറയ്ക്കാനായിട്ട് യദുവംശത്തിൽ കൃഷ്ണനും കുരുവംശത്തിൽ അർജുനനുമായി കൃഷ്ണാർജുനന്മാരായിട്ട് അവർ വീണ്ടും നരനാരായണന്മാർ ജനിച്ചു എന്ന് മൈത്രേയ മഹർഷി വിതുരർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇനി അപ്പോൾ ആ 13 പേരുടെയും പെൺകുട്ടികളുടെയും അവരുടെ ഭർത്താവ് ധർമ്മദേവൻ അവരുടെ മക്കളുടെ കഥയും പറഞ്ഞു. ഇനി 14ാമത്തെ ഒരു മോള് സ്വാഹാദേവിയെ അഗ്നിദേവന് വിവാഹം ചെയ്തു കൊടുത്തില്ലേ, അതാണ് ഇനി പറയുന്നത്. ശ്ലോക 60. സ്വാഹ അഭിമാനിനഃ ച അഗ്നേ ആത്മജാം ത്രീൻ അജീജനത്ത് പാവകം പവമാനം ച ശുചിം ച ഹുതഭോജനം. അതായത് സ്വാഹാദേവി അഭിമാനിനഃ എന്ന് വെച്ചാൽ അഗ്നിയുടെ ചുമതല വഹിക്കുന്ന, അഗ്നേ ആത്മജാം, അഗ്നിദേവന്റെ പത്നിയായ, അഗ്നേ ആത്മജ എന്ന് വെച്ചാൽ അഗ്നിദേവന്റെ പത്നിയായിട്ടുള്ള സ്വാഹാദേവി അഗ്നിയുടെ ചുമതല വഹിക്കുന്ന, അഗ്നിയുടെ ചുമതലയുള്ള ത്രീൻ അജീജനത്ത് 3 പുത്രന്മാരെ ജനിപ്പിച്ചു എന്ന്. അപ്പോൾ അഗ്നിദേവന്റെ പത്നിയായ സ്വാഹാദേവി 3 പുത്രന്മാരെയാണ് ജനിപ്പിച്ചത്. അവരുടെ പേരാണ് പാവകം,
പവമാനം, ശുചി. പാവകൻ, പവമാനൻ, ശുചി എന്നു പേരുള്ള 3 പുത്രന്മാരെ ജനിപ്പിച്ചു. ഇവരാണ് ഹുതഭോജനം, ആ യാഗാഗ്നിയിലേക്ക് അർപ്പിക്കുന്ന ദ്രവ്യങ്ങളെ ഭക്ഷിക്കുന്ന ഭോക്താക്കൾ ഈ മക്കളാണെന്ന്. അഗ്നിദേവൻ ആ മന്ത്രം, സ്വാഹാമന്ത്രം പത്നി അത് ഭർത്താവിനെ അഗ്നിദേവനെ കൊണ്ടുകൊടുക്കുന്നു. ആ ഹോമകുണ്ഡത്തിലേക്ക് ആ മഹർഷി സമർപ്പിക്കുന്ന സ്വാഹാമന്ത്രം വെച്ച് സമർപ്പിക്കുന്ന ദ്രവ്യങ്ങളെ അതിനെ സ്വീകരിച്ച് അഗ്നിദേവനിലേക്ക് എത്തിക്കുന്നു സ്വാഹാദേവി. പത്നിയാണ് അഗ്നിദേവൻ്റെ. 3 പുത്രന്മാരാണ് ഉണ്ടായത്, പാവകൻ, പവമാനൻ, ശുചി. ഇവർ 3 പേരും ആ ദ്രവ്യങ്ങളെ ഭക്ഷിക്കുന്ന ഭോക്താക്കളാണ് എന്ന്. അപ്പോൾ അഗ്നിയിലേക്ക് അർപ്പിക്കുന്ന ദ്രവ്യങ്ങളെ, ആ അർപ്പണ വസ്തുക്കളെ സ്വീകരിക്കുന്ന ഭോക്താക്കളാണ് ഈ 3 മക്കളും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കണ്ടു, സ്വാഹാദേവി അഗ്നിദേവന് 3 പുത്രന്മാർ, പാവകൻ, പവമാനൻ, ശുചി. അവർ 3 പേരുമാണ് ആ യജ്ഞത്തിലെ അർപ്പിക്കുന്ന അർപ്പണങ്ങളെ സ്വീകരിക്കുന്ന സന്താനങ്ങൾ. അത് പറഞ്ഞു. ഇനി 61-ാമത്തെ ശ്ലോകം. തേഭ്യഃ അഗ്നയ സമഭവൻ ചത്വാരിംശത് പഞ്ച ച തേ ഏവ ഏക ഊനപഞ്ചശത് ഊനപഞ്ചശത് സാകം പിതൃപിതാമഹൈഹി. അതായത് തേഭ്യഃ, ഈ 3 പുത്രന്മാർ, അഗ്നിദേവന് സ്വാഹാദേവിക്കും ഉണ്ടായ 3 പുത്രന്മാർ, പാവകൻ, പവമാനൻ, ശുചി എന്ന് പറഞ്ഞല്ലോ. ഈ 3 പുത്രന്മാർ അഗ്നയഃ അഗ്നിദേവന്മാരായ ഈ 3 പുത്രന്മാർ സമഭവൻ ഉണ്ടായിന്ന്. ചത്വാരിംശത് എന്ന് വെച്ചാൽ 40, പഞ്ച എന്ന് വെച്ചാൽ 5. അപ്പം 40 + 5 45 പുത്രന്മാർ. എന്താ? 45 പുത്രന്മാരാണ് ഇവർക്കുണ്ടായത് എന്ന്. അതായത് അഗ്നിദേവൻ്റെയും സ്വാഹാദേവിയുടെയും പുത്രന്മാരാണ് പാവകൻ, പവമാനൻ, ശുചി. ഇവർ 3 പേരും. ഇവർക്ക് 3 പേർക്കും കൂടി ഉണ്ടായത്. അതാണ് തേഭ്യഃ, ഇവർക്ക് 3 പേർക്കും അഗ്നിദേവന്മാരായിട്ടുള്ള 45, അതാണ് ചത്വാരിംശത് എന്ന് വെച്ചാൽ 40, പഞ്ച 5. അപ്പം 45 അഗ്നിദേവന്മാരായ പുത്രന്മാർ ഉണ്ടായി. ഇനി അപ്പോൾ എല്ലാവരും അടക്കം പിതൃപിതാമഹൈഹി എന്ന് വെച്ചാൽ പിതൃപിതാമഹൈ എന്ന് വെച്ചാൽ ഈ 45 അഗ്നിദേവന്മാർ, ഇവരുടെ പിതാക്കന്മാരാരൊക്കെയാ? പാവകൻ, പവമാനൻ, ശുചി. ഇവർ 3 പേരുമാണ് 3 പിതാക്കന്മാർ. അവരുടെ പിതാവാരാ? അഗ്നിദേവനും സ്വാഹാദേവി അമ്മയും അല്ലേ. അപ്പോൾ അഗ്നിദേവന്റെ മക്കളായിട്ടുള്ള 3 പാവകൻ, പവമാനൻ, ശുചി. അവരുടെ 3 പേരുടെയും മക്കളായിട്ട് 45 അഗ്നിദേവന്മാർ. അപ്പോൾ ടോട്ടൽ എത്രയായി? 45. അവരുടെ അച്ഛന്മാർ 3 പേര്, 45 3 48. പിന്നെ അതായത് മുത്തശ്ശനായിട്ട് അഗ്നിദേവൻ. അപ്പോൾ 49. അതാണ് പറയുന്നത് പിതൃപിതാമഹൈഹി. പിതൃപിതാമഹന്മാരായിട്ട് മൊത്തം തേ ഏവ, അവരെല്ലാവരും കൂടിച്ചേർന്ന്, ഏക എന്ന് വെച്ചാൽ 1, ഊനം എന്ന് വെച്ചാൽ കുറഞ്ഞത്, പഞ്ചാശത്ത് എന്ന് വെച്ചാൽ 50. അപ്പം 50-ൽ നിന്നും 1 കുറഞ്ഞാൽ 49. സാഗം എന്ന് വെച്ചാൽ എല്ലാവരും കൂടി 49 അഗ്നിദേവന്മാരാണ് ഇവിടെ ഉള്ളത് എന്ന്. അപ്പം അഗ്നിദേവനും സ്വാഹാദേവിയും വിവാഹം കഴിച്ചു 3 പുത്രന്മാർ. ഈ 3 പുത്രന്മാർക്ക് 45 പുത്രന്മാരുണ്ടായി. ഇവരാണ് അഗ്നിദേവന്മാർ. നമ്മൾ ആ ഹോമകുണ്ഡത്തിലേക്ക് അർപ്പിക്കുന്ന ആ അർപ്പണ വസ്തുക്കളെ സ്വീകരിക്കുന്ന ഭോക്താക്കൾ ഈ 45 അഗ്നിദേവന്മാരാണ്. അവരത് സ്വീകരിക്കുന്നു. അവരും അവരുടെ പിതാക്കന്മാരും 3 പേരും കൂടിയിട്ടാണ് അത് സ്വീകരിക്കുന്നത്. അപ്പോൾ ഇവർ 45, 3 പിതാക്കന്മാരും 48, പിന്നെ അഗ്നിദേവനും. അങ്ങനെ അഗ്നിയുമായി ബന്ധപ്പെടുത്തി 49 അഗ്നിദേവന്മാരാണ് മൊത്തമായിട്ട് ഉള്ളത് എന്നും കൂടി ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഇനി 62. വൈദാനികേ കർമ്മണി യത് നാമഭി ബ്രഹ്മവാദിഭിഃ അഗ്നേയ ഇഷ്ടയഃ യജ്ഞേ നിരൂപ്യന്തേ അഗ്നയസ്തു തേ എന്ന് വെച്ചാൽ ബ്രഹ്മവാദിഭി എന്ന് വെച്ചാൽ മഹർഷിമാര്. വൈദാനികേ കർമ്മണി,
വൈധാനികേ കർമ്മണി എന്ന് വെച്ചാൽ വേദവിധി പ്രകാരം ആ യാഗം, ഒരു യാഗം അല്ലെങ്കിൽ യജ്ഞേ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു യജ്ഞം ചെയ്യുമ്പോൾ ആ യജ്ഞകുണ്ടത്തിലേക്ക്, ഹോമകുണ്ടത്തിലേക്ക് വൈധാനികേ കർമ്മണി, വേദവിധ പ്രകാരം അവർ അർപ്പിക്കുന്ന അഗ്നേയ ഇഷ്ടയഹ എന്ന് വെച്ചാൽ ആ അഗ്നിയിലേക്ക്, ആ യാഗാഗ്നിയിലേക്ക് അവർ സമർപ്പിക്കുന്ന ആ ദ്രവ്യങ്ങളുണ്ടല്ലോ, ഹോമത്തിലേക്ക് അർപ്പിക്കുന്ന ആ ദ്രവ്യവസ്തുക്കളെ നിരുപ്യന്തേ, അനുഭവിക്കുന്നത്, ഭുജിക്കുന്നത് അല്ലെങ്കിൽ സ്വീകരിക്കുന്നത് യത് നാമഭി, ഈ നാമങ്ങളിൽ അറിയപ്പെടുന്ന തൂത്തേ 49 ദേവന്മാരാണ്. അപ്പോൾ ഒരു ദേവർഷിമാര് അല്ലെങ്കിൽ ഒരു ഋഷിമാര്, മുനിമാര് ഒരു യാഗം നടത്തുമ്പോൾ, യജ്ഞം നടത്തുമ്പോൾ ആ അഗ്നിയിലേക്ക്, ആ ഹോമകുണ്ടത്തിലെ അഗ്നിയിലേക്ക് അവർ അർപ്പിക്കുന്ന ദ്രവ്യങ്ങളെ സ്വീകരിക്കുന്നത് ഈ 49 അഗ്നിദേവൻ, 3 പുത്രന്മാർ, അവരുടെ മക്കളായ 45 അഗ്നിദേവന്മാർ, ഇവരെല്ലാവരും ഈ 49 ദേവന്മാരാണ് അതിനെ സ്വീകരിക്കുന്നത്. അപ്പോൾ ആ ഹോമം ചെയ്യുമ്പോൾ എപ്പോഴും അത് നമ്മൾ ഇനി മനസ്സിൽ ഓർക്കുക. ഇനി 63-ാമത്തെ ശ്ലോകം. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ പ്രസൂതിയുടെയും ദക്ഷ പ്രജാപതിയുടെയും ആദ്യത്തെ 13 പേരെ വിവാഹം കഴിച്ചത് പറഞ്ഞു. ധർമ്മദേവൻ, അവരിലാണ് അവസാനം നരനാരായണന്മാരുണ്ടായത്. ഒരു മകളെ സ്വാഹാദേവിയെ അഗ്നിദേവന് വിവാഹം കഴിച്ചു കൊടുത്തു. അതിൽ പിന്നെ 3 പുത്രന്മാരും അവർക്ക് 45 പുത്രന്മാരും, മൊത്തം 49 അഗ്നിദേവന്മാരുണ്ടെന്ന് പറഞ്ഞു. ഇനി അടുത്ത മകളെ വിവാഹം കഴിച്ചു കൊടുത്തത് പിതൃദേവന്മാർക്കാണ്. അതാണ് ഇനി അടുത്തത് പറയുന്നത് കേട്ടോ. ആ പിതൃദേവന്മാർ ആരെന്നാണ് പറയുന്നത്? അഗ്നിശ്വാത്ത ബഹിർഷദഃ സൗമ്യഃ പിതര ആജ്യഭഃ സാഗ്നേയഃ അഗ്നേയഃ തേഷാം പത്നി ദാക്ഷായണീ സ്വദാ. എന്നുവെച്ചാൽ ആ പിതൃദേവന്മാർ ആരൊക്കെ, അവരുടെ പേരാണ് പറയുന്നത്. പിതരഹ എന്ന് വെച്ചാൽ പിതൃദേവന്മാരായ അഗ്നിശ്വാത്തൻ, ബഹിർഷദൻ, സൗമ്യന്മാർ, പിന്നെ ആജ്യപന്മാർ, സാഗ്നേയന്മാർ, അനഗ്നയന്മാർ, ഇവരെല്ലാമാണ് പിതൃദേവന്മാർ. അപ്പോൾ അഗ്നിശ്വാത്തൻ, ബർഹിഷദൻ, സൗമ്യൻ, ആജപ്യൻ, സാഗ്നേയൻ, അനഗ്നേയൻ, ഇവരാണ് പിതൃദേവന്മാർ. ഇവരുടെ തേഷാം പത്നി, ഇവർക്കെല്ലാവർക്കും കൂടി ഒരു പത്നിയുള്ളത് ദാക്ഷായണി, ദക്ഷൻ്റെ പുത്രിയായ സ്വദാദേവി. മനസ്സിലായ? അപ്പോൾ ദക്ഷൻ സ്വദ എന്ന തൻ്റെ പുത്രിയെ ഈ പിതൃദേവന്മാർക്കാണ് വിവാഹം ചെയ്തു കൊടുത്തത്. അതാണ് പിതൃകർമ്മങ്ങൾ ചെയ്യുമ്പോൾ സ്വദ എന്ന മന്ത്രം പറയുന്നത്. ഭാര്യയാണ് അത് സ്വീകരിച്ച് ഭർത്താവിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ദക്ഷൻ്റെ പുത്രിയായ സ്വദാദേവിയുടെ കാര്യവും നമ്മളിവിടെ പറഞ്ഞു. ഇനി അവരുടെ മക്കളുടെ കാര്യമാണ് 64-ാമത്തെ ശ്ലോകം. തേഭ്യഃ ദദാര കന്യേ ദ്വേ വയൂനാം ധാരിണീ സ്വദാ ഉഭേ തേ ബ്രഹ്മവാദിനോ ജ്ഞാന വിജ്ഞാന പരാഗേ എന്ന് വെച്ചാൽ തേഭ്യഃ, ആ പിതൃദേവന്മാരിൽ നിന്നും ദദാര ഉത്പാദിപ്പിച്ചു, സൃഷ്ടിച്ചു, കന്യേ ദ്വേ കന്യേ, 2 പുത്രിമാരെ, വയൂനാം ധാരിണി, വയൂനം എന്നും ധാരിണി എന്നും സ്വദാദേവി, പിതൃദേവന്മാരിൽ നിന്നും സ്വദാദേവിക്ക് 2 പുത്രിമാരാണ് ഉണ്ടായത്. വയൂനാം, ധാരിണി എന്നാണ് അവരുടെ പേര്. ഉഭയത്തെ, ഇവരുടെ 2 പേരുടെയും പ്രത്യേകത ബ്രഹ്മവാദിനൗ, അവർ ആ പരബ്രഹ്മത്തിൽ ലയിച്ചു ജീവിക്കുന്ന 2 പെൺമക്കളായിരുന്നു. ജ്ഞാനവിജ്ഞാന പരാഗേ, ജ്ഞാനവും വിജ്ഞാനവും, ജ്ഞാനം നേടി അത് അനുഭവിച്ചറിഞ്ഞ് വിജ്ഞാനമാക്കിയ ബ്രഹ്മവാദികളായിരുന്നു, ബ്രഹ്മജ്ഞാനികളായിരുന്നു ഈ 2 പെൺമക്കളും. അപ്പോൾ പിതൃദേവന്മാർ വിവാഹം കഴിച്ച സ്വദാദേവിക്ക് 2 പെൺമക്കൾ, വയൂനാം, ധാരിണി എന്ന 2 പെൺമക്കൾ, 2 പേരും ബ്രഹ്മജ്ഞന്മാരായിരുന്നു. അവർക്ക് ആ ജ്ഞാനം നേടുകയും അതിനെ അനുഭവിച്ചറിഞ്ഞ് വിജ്ഞാനമാക്കി മാറ്റിയതുമായ ബ്രഹ്മജ്ഞാനികളായിരുന്നു ഈ 2 പെൺമക്കളും. അപ്പോൾ സ്വദാദേവിയുടെ 15 പെൺമക്കളുടെ കാര്യം പറഞ്ഞു. അവസാനം 65, 66 പറയുന്നത് 16-ാമത്തെ ദക്ഷൻ്റെ പുത്രി സതീദേവിയുടെ ചരിതമാണ് കേട്ടോ. ശ്ലോകം 65. ഭവസ്യ പത്നി തു സതീദേവം ദേവ അനുവൃത ആത്മന സദൃശം പുത്രം ന ലേബേ ഗുണശീലത. 65-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ദക്ഷൻ്റെ അടുത്ത മകള്
സതീദേവിയാണ്. ഭവസ്യ ഭഗവാൻ മഹാദേവന്റെ പത്നി തു ഭാര്യയായ സതീദേവി ഭവം ദേവം തൻ്റെ ദേവനായിട്ടുള്ള മഹാദേവനെ അനുവൃത ഭക്തിയോടുകൂടി അവൾ സ്തുതിക്കുകയും സേവിക്കുകയും ചെയ്തു എങ്കിൽ പോലും ഗുണശീലത അവളുടെ സദ്ഗുണങ്ങളും സത്സ്വഭാവവും ആത്മനാ സദൃശ്യം അതുപോലെ തന്നെ കിട്ടിയിട്ടുള്ള ഒരു പുത്രനെ ന ലേബേ അവൾക്ക് മാത്രം ലഭിച്ചില്ല എന്ന്. ഇപ്പൊ ദക്ഷന്റെ 15 പെൺമക്കൾക്കും പുത്രന്മാരുണ്ടായി. വിവാഹ ജീവിതമൊക്കെ സുഖമായിരുന്നു, മക്കളൊക്കെ ആയി, അവർ വളരെ സന്തോഷമായി ജീവിച്ചു. പക്ഷേ സതീദേവിയെ വിവാഹം കഴിച്ചു കൊടുത്തത് മഹാദേവനായിരുന്നു. സതീദേവി തൻ്റെ ഭർത്താവിനെ ഇപ്പം ദേവഹൂതിയെ പോലെയൊക്കെ തന്നെ കർദമ പ്രജാപതിയെ സേവിച്ചതുപോലെ തന്നെ പ്രസൂതിയുടെ മകളായിട്ടുള്ള സതീദേവി മഹാദേവനെ അത്രയധികം ഭക്തിയോടുകൂടി സേവനത്തിൽ മുഴുകി സേവിച്ചു എങ്കിൽ പോലും സതീദേവിയുടെ സ്വഭാവ ഗുണവും അതുപോലെ തന്നെ സർവ്വ ഐശ്വര്യങ്ങളും അതേ സ്വഭാവ ഗുണവും സദ്ഗുണങ്ങളും എല്ലാം തികഞ്ഞ അതുപോലെ ഒരു പുത്രനെ സതീദേവിക്ക് കിട്ടിയില്ല എന്ന്, ലഭിച്ചില്ല. 66-ാമത്തെ ശ്ലോകം അതിൻ്റെ കാരണം പറയാണ്. പിതരി അപ്രതിരൂപേ സ്വേ ഭവായ അനഗാസേ രുഷ അപ്രൗഢ ഏവ ആത്മന ആത്മാനം അജഹാദ് യോഗ സംയുത എന്ന്. അതായത് പിതരി തൻ്റെ പിതാവ് അപ്രതിരൂപേ എന്ന് വെച്ചാൽ ആക്ഷേപിക്കുക അല്ലെങ്കിൽ അവഗണിച്ചു എന്ന്. സ്വേ തൻ്റെ ഭവായ തൻ്റെ ഭർത്താവായ മഹാദേവനെ അനാഗസേ ഒരു തെറ്റും ചെയ്യാത്ത, ഒരു അപരാധവും പറയാനില്ലാത്ത അല്ലെങ്കിൽ ഒരു അപരാധവും ചെയ്തിട്ടില്ലാത്ത തൻ്റെ ഭർത്താവ് മഹാദേവനെ തൻ്റെ പിതാവ് അവഗണിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തു. രുഷ കോപത്തോടു കൂടിയിട്ടെന്ന്. അത് കണ്ടപ്പോൾ അപ്രൗഢ പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ, എല്ലാ സുഖങ്ങളും അനുഭവിക്കുന്നതിന് മുൻപ് തന്നെ, അതാണ് അപ്രൗഢ എന്ന് പറയുന്നത്. ആ പ്രായപൂർത്തിയൊക്കെ തികയുന്നതിന് മുൻപ് തന്നെ ഏവ ആത്മന സ്വയം, ആത്മന എന്ന് വെച്ചാൽ സ്വയം, ആത്മാനം സ്വന്തം ശരീരത്തെ യോഗസംയുത ആ യോഗശക്തിയാൽ അജഹാദ് സതീദേവി ഉപേക്ഷിച്ചു എന്ന്. അപ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത തൻ്റെ ഭർത്താവിനെ മഹാദേവനെ തൻ്റെ പിതാവ് അപമാനിക്കുന്നു, കോപത്തോടുകൂടി അപമാനിക്കുന്നതും ആക്ഷേപിക്കുന്നത് കണ്ട് സഹിക്കാൻ കഴിയാതെ പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ തൻ്റെ യോഗബലത്താൽ സതീദേവി ആ ശരീരം അങ്ങ് സ്വയം ഉപേക്ഷിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഈ 1-ാം അധ്യായം ഇവിടെ. അതുകൊണ്ടാണ് അവൾക്ക് അവളെപ്പോലെ ഗുണമുള്ള ഒരു മകനെ ജനിക്കാതിരുന്നത് എന്ന് സതീദേവിക്ക്. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ചതുർത്ഥ സ്കന്ധത്തിലെ 1-ാമത്തെ അധ്യായം അവസാനിക്കുന്നത്. ഇപ്പം സ്വയംഭുവ മനുവിൻ്റെ 3 പെൺമക്കളുടെയും കുടുംബജീവിതം, അവരുടെ വംശപരമ്പര, ആകൂതി, പ്രസൂതി, ദേവഹൂതി, അത് കൃത്യമായിട്ട് പറഞ്ഞ് അവസാനം പ്രസൂതിയുടെ ചരിതം വന്നപ്പോൾ അതിൽ പ്രസൂതിയുടെ 15 മക്കളുടെ ജീവിതവും വംശവും പറഞ്ഞു. പക്ഷെ അങ്ങനെ ഒരു വംശം പറയാനില്ലാതെ പോയ സതീദേവി എന്ന മകള്, ആ കഥ, അതിന് കാരണം അവൾക്ക് ആ ഒരു പ്രായത്തിലേക്കൊക്കെ എത്തുന്നതിന് മുൻപ് തന്നെ അവൾക്ക് ആ ശരീരം അവൾ സ്വന്തം യോഗശക്തിയാൽ അഗ്നിദേവനോട് സ്വീകരിക്കാൻ പറഞ്ഞ് സ്വയം നശിപ്പിച്ചു കളയുകയാണ് ചെയ്തത്. ഇത്രയും പറഞ്ഞ് നിർത്തിയപ്പോൾ നമുക്ക് ഊഹിക്കാം അധ്യായം 2-ലെ വിതുരർ ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കുന്നു, എന്താണ് അതിന് കാരണമെന്ന്, എന്തുകൊണ്ടാണ് സതീദേവി അങ്ങനെ ചെയ്തത്, അതിന് വിശദമായി പറഞ്ഞു തരുമെന്നായിരിക്കും ചോദിക്കുക അല്ലേ. അപ്പോൾ നമ്മൾ ഇനി കാണാൻ പോകുന്നത് ദക്ഷനും മഹാദേവനും തമ്മിലുള്ള ആ ദക്ഷന് മഹാദേവനോട് ആ ഒരു വെറുപ്പ് തോന്നാനുള്ള കാരണവും, പിന്നീട് സതിയെ വിവാഹം കഴിക്കുന്നതും, പിന്നീട് മഹാദേവനെ ആക്ഷേപിക്കുന്നതും, സതീദേവി ശരീരം ഉപേക്ഷിക്കുന്നതുമായ കഥയിലേക്കാണ് ഇനി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് അടുത്ത ആഴ്ച വെള്ളിയാഴ്ച. മനസ്സിലായില്ലേ?